ആ മരിച്ചുപോയി നിങ്ങളാണെങ്കിൽ ഇപ്പോൾ ഒരു സൗണ്ട് കേൾപ്പിക്കാവോ? നിങ്ങളാണെങ്കിൽ ഇപ്പോൾ ഒരു സൗണ്ട് കേൾപ്പിക്കാവോ? ആ കൺഫേം കൺഫേം. എൻ്റെ ദൈവം തമ്പുരാനെ, നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്. ഹലോ, ഇതാണ് ഞാൻ അടുത്തോട്ട് പോകാത്തത്. എൻ്റെ ദൈവമേ, നമ്മളെ വന്നിട്ട് വല്ലാണ്ട് വന്നിട്ട് കൊല്ലുന്നു, ഇഞ്ച് ബൈ ഇഞ്ചായിട്ട് കൊല്ലുന്ന സംഭവം അറിയാമോ? എൻ്റെ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടോ. ഞാൻ സൈലൻ്റ് ആയിട്ടിരിക്കാവേ. കൈ ജസ്റ്റ് മിസ്സായിരുന്നത്, കുപ്പി ഒന്ന് വീണത് അതും ഓക്കെ. അത് പെട്ടെന്ന് വീഴുമ്പോണ്ടല്ലോ കൂടെ സൗണ്ടും കേട്ട്, ഭയങ്കര വിയേഡായിട്ടുള്ള സൗണ്ടും കേട്ട് എനിക്ക്. സൗണ്ട് കേട്ടോ, ശ്രദ്ധിച്ച് കേട്ട് നമുക്ക് സൗണ്ട് കേൾക്കാം. നിങ്ങളാണെങ്കിൽ അതൊരു സൗണ്ട് കേൾപ്പിക്കാം. ഇപ്പോൾ ആ മരിച്ചുപോയി നിങ്ങളാണെങ്കിൽ ഇപ്പോൾ ഒരു സൗണ്ട് കേൾപ്പിക്കാവോ? നിങ്ങളാണെങ്കിൽ ഇപ്പോൾ ഒരു സൗണ്ട് കേൾപ്പിക്കാവോ? ആ കൺഫേം കൺഫേം. എന്തിനിങ്ങനെ ചെയ്യുന്ന ഇവിടെ വന്നിട്ട്? നിങ്ങൾ ആരെന്താ ചെയ്തേ? എൻ്റെ ദൈവം തമ്പുരാനെ, എക്സ്ട്രീം കേട്ടോ. അത് നമുക്ക് ഒരു ഫീൽ ആവുന്നുണ്ട്. കാരണം വന്നിട്ട് എപ്പോഴും വന്നിട്ട് പാവപ്പെട്ടവൻ വന്നിട്ട് മറ്റുള്ള പണക്കാരൻ്റെയൊക്കെ അണ്ടറിലായിരിക്കണം, അവരുടെയൊക്കെ കൺട്രോളിലാണ്. അവർക്ക് പണക്കാർക്ക് എന്ത് തോന്നിയാസം കാണിക്കാം എന്നതിൻ്റെ പേരിലാണ് ആ ഒരു പുള്ളിക്കാരൻ എന്നെ കൊന്നേക്കുന്നത്, മരിച്ചു പോയേക്കുന്നത്. ആ പുള്ളിക്കാരൻ ജീവിതം തന്നെ പോയേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ പുള്ളിക്കാരൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്കത് ശരിക്കും വല്ലാണ്ട് ഫീലാവും. നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്. ഞാൻ നിങ്ങളെ വന്നിട്ട് ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ വന്നിട്ട് നിങ്ങളെ ഇവിടുന്ന് ഓടിക്കാനോ ഒന്നും അല്ല ഇവിടെ വന്നേക്കുന്നത്. ഹലോ ഹലോ, പാമ്പ് എല്ലാം കിടക്കുമെന്ന്. ഇവിടെ പാമ്പൊക്കെ കൺഫേം ആയിട്ട് കാണും കേട്ടോ. നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാനോ ശല്യപ്പെടുത്താനോ ഒന്നിനല്ല ഇവിടെ വന്നേക്കുന്നത്. പ്ലീസ് മനസ്സിലാക്കുക. സൗണ്ട് കേട്ടോ.
ഞാൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഇവിടെ മെയിനായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ട് സംസാരിക്കാനാണ് ഞാൻ വന്നേക്കുന്നത് ഇവിടെ. ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാനാണ് ഇവിടെ മെയിനായിട്ട് വന്നേക്കുന്നത്, നിങ്ങളെ ഉപദ്രവിക്കാനോ വേറെ ഒന്നിനുമല്ല. ദൈവമേ, എന്തുവാണിത്? ഞാൻ അടുത്തോട്ട് വരുവാണേ, എന്നെ ഒന്നും ചെയ്യരുത്. എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ ക്യാമറയുടെ ലെൻസ് പോവും. കൈസ് വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എനിക്ക് വയർ ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ വേദനെടുക്കുന്നത്. എനിക്ക് ഇവിടെ വന്നപ്പോൾ തൊട്ട് എൻ്റെ സംസാരം കേൾക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര കാമായിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് ഒരുമാതിരി പെയിൻ എടുക്കുന്നത് വയറ് ചുറ്റും. എനിക്കിവിടെ വന്ന് കയറിയപ്പോൾ തൊട്ട് അകത്ത് നടക്കുന്ന സൗണ്ട് ക്ലിയർ ആയിട്ടുണ്ട്. ഹലോ, ഹലോ, രണ്ട് ഊതുന്നു. എന്തുവാണിത്? നിങ്ങൾ എന്തു ചെയ്യുന്നു ഇവിടെ കിടന്നിട്ട്? നിങ്ങൾ എന്ത് ഇവിടെ കിടന്ന് ചെയ്യുന്നേ? ഇതാണ് ഞാൻ അടുത്തോട്ട് പോകാത്തത്. പോയി കഴിഞ്ഞാൽ ഏറ് തലമണ്ടയ്ക്ക് കിട്ടും. നമ്മൾ പറയുന്ന പോലെ അത്ര ഈസി അല്ലത്. ഇപ്പോൾ അനങ്ങി കേട്ടോ. അതിപ്പോൾ അനങ്ങി, കാറ്റടിച്ച് അനങ്ങിയതാണോ എന്തോ അത്? നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് വന്നേക്കുന്നത് മെയിനായിട്ട്. ഓക്കെ, ശല്യപ്പെടുത്താനോ ഒന്നിനും അല്ല വന്നേക്കുന്നത്. കഴിച്ചിപ്പിനകത്ത് പോയി നോക്കണം. പ്ലീസ് ഒന്നും ചെയ്യരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാമറ മുമ്പിൽ വരാം, ഇല്ലെങ്കിൽ വരണ്ട.
അതാണ് ഞാൻ പറഞ്ഞത്, റിസ്ക് ആണ്. എൻ്റെ ദൈവമേ, നമ്മളെ വന്നിട്ട് വല്ലാണ്ട് വന്നിട്ട് കൊല്ലുന്നു, ഇഞ്ച് ബൈ ഇഞ്ചായിട്ട് കൊല്ലുന്ന സംഭവം അറിയാമോ? എൻ്റെ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ പറ്റുമോ എന്ന് നോക്കാം കേട്ടോ. ഞാൻ സൈലൻ്റ് ആയിട്ടിരിക്കാവേ. കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. അതുപോലെ ഇരിക്കുന്നത് തൊട്ട് പുറയിൽ വന്നിട്ടാണ് എനിക്ക് ഹോമെന്ന് സൗണ്ട് ഇടുന്നെനിക്ക്. അതിന് ദേഹത്തിന് എന്നോട് സംസാരിക്കാവോ? ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ മെയിനായിട്ട് വന്നത് തന്നെ. പ്ലീസ്. എന്തിനാണ് ദേഷ്യപ്പെടുന്നേ? നിങ്ങൾ എന്തിനാ ദേഷ്യപ്പെടുന്നേ? ശരി, ലൈറ്റൊക്കെ ഓഫ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിക്കാവോ? ഞാൻ ആ റിസ്ക് എടുക്കാം. പക്ഷെ നിങ്ങൾ എന്നെ ഒന്നും ചെയ്യരുത്. ലൈറ്റൊക്കെ ഓഫ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ പറ്റുമോ? നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്. പക്ഷെ എന്തിനു കരയുന്നിങ്ങനെ? ഹലോ, പല്ലിയൊക്കെ കറിയുന്നു. മൊത്തം കാട് പിടിച്ച് കിടക്കുക. ഓരോ കാലെടുത്ത് വയ്ക്കുമ്പോഴും ശ്രദ്ധിച്ച് വയ്ക്കണം ഈ ഏരിയയിലൊക്കെ. ഗൈസ്, ഇത് വന്നിട്ട് ടാങ്കാണ് വെള്ളം നിറയ്ക്കുന്നത്. വെള്ളമൊക്കെ നിറച്ച് വയ്ക്കുന്ന ടാങ്ക് അത്, പണ്ടത്തെ കാലത്ത്. ക്ലോസറ്റ് അവിടെ സൗണ്ട് കേട്ട്. നിങ്ങളാണ് ഇപ്പോൾ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്.
ഹലോ, ഇവിടെ ഉണ്ടോ ഇത്? പുറത്ത് കത്തിക്കുന്ന തീ കത്തിക്കുന്ന സംഭവമാണത്. നല്ല വിഷം കൂടി പാമ്പ് കാണും.